മലയോര മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം തുടരുകയാണ്. കോതമംഗലത്ത് മ്ലാവ് റോഡിന് കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഇടുക്കി മറയൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പൂപ്പാറയ്ക്കടുത്ത് പന്നിയാറിൽ കാട്ടാന റേഷൻ കട തകർത്തു. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈകിട്ട് 4 മണിക്ക് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ബഹുജന റാലി നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരികയാണ്. കോതമംഗലം തട്ടേക്കാടിൽ മ്ലാവ് റോഡിന് കുറുകെ ചാടി ഓട്ടോ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഒരാൾ മരിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. കുട്ടമ്പുഴ സ്വദേശി വിജയനാണ് അപകടത്തിൽ മരിച്ചത്. ഇടുക്കി മറയൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മംഗളംപാറ സ്വദേശി അന്തോണിമുത്തു തങ്കയ്യ എന്നയാൾക്കാണ് പരിക്കേറ്റത്. കൃഷിയിടത്തിൽ വെച്ച് രാത്രിയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പൂപ്പാറ പന്നിയാറിൽ അരിക്കൊമ്പൻ നിരന്തരമായി തകർത്തിരുന്ന റേഷൻ കട വീണ്ടും കാട്ടാന ഇടിച്ചു തകർത്തു. ചക്കക്കൊമ്പനാണ് തകർത്തതെന്ന് നാട്ടുകാർ പറയുന്നു. വെളുപ്പകാലത്ത് 3 മണിയോടുകൂടിയാണ് നാട്ടുകാർ പറയുന്നത്. ചക്കക്കൊമ്പനാന്ന് തോന്നുന്നു. അത് വന്നിട്ട് ആ ബെൻസിന് പുറത്തുള്ള കൊടിമരം വളച്ച് ബെൻസിൻ്റെ പുറത്ത് ഇട്ടിട്ട് അങ്ങനെ പൊളിച്ച് അകത്ത് കയറി വന്നിട്ടാണ് ഈ ഭിത്തി പൊളിച്ച് അരിച്ചാക്കൊക്കെ എടുത്ത് പുറത്ത് വിതറിയിട്ടുണ്ട്. കുറേ കഴിച്ചിട്ടുമുണ്ട്. ഭിത്തി തകർത്ത കാട്ടാന 2 ചാക്ക് അരിയും ഭക്ഷിച്ചു. തിരികെ പോകുമ്പോൾ മറുവശത്ത് ഫെൻസിംഗും തകർത്തു. ഇത് 12ാം തവണയാണ് ഒരേ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതേസമയം വന്യജീവി ആക്രമണങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൂപ്പാറയിൽ ബഹുജന റാലിയും യോഗവും സംഘടിപ്പിക്കും. റിപ്പോർട്ടർ, ഇടുക്കി.